ഹായ് ഫ്രണ്ട്സ്, beevis വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ക്യാരി ബാഗ് കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി ഫ്ലവർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുള്ള സമയമാണെങ്കിൽ കൂടി നമ്മുടെ കയ്യിൽ പണ്ട് ഉപയോഗിച്ച പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടാകും. അപ്പോൾ അതൊന്നും വലിച്ചെറിയണ്ട, അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഷോക്കേസിൽ തന്നെ വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്ലാസ്റ്റിക് കവറിൻ്റെ രണ്ട് എൻഡും ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ മുകൾ ഭാഗം കട്ട് ചെയ്തത് കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ഫ്ലവർ ബഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാരി ബാഗ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഈ കട്ട് ചെയ്ത പീസിൻ്റെ വീതി കുറച്ചുകൂടി ഒന്ന് കൂട്ടിയെടുത്താൽ മതിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. ഈ ക്യാരി ബാഗിൽ നിന്ന് ഞാൻ ഒരു മീഡിയം സൈസുള്ളതും ഒരു സ്മോൾ സൈസിലുള്ളതുമായ രണ്ട് ഫ്ലവറാണ് എനിക്ക് കിട്ടുക. അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഈ ക്യാരി ബാഗ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് വളരെയധികം കാലം ഒരു കേടുപാടും കൂടാതെ കളറൊന്നും മങ്ങിപ്പോവാതെ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റും. ഒരു വ്യത്യാസവും അതിന് വരില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്ലവറിൻ്റെ അതേ ക്വാളിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ രണ്ട് എൻഡിലും ഇതേപോലെ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് 4 ലെയർ കിട്ടിയിട്ടുണ്ട്. ഇനി ആ 4 ലെയറിനെ ഒന്ന് ചേർത്ത് വെക്കുക. അതിൻ്റെ എല്ലാ സൈഡും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഒന്ന് ചേർത്ത് വെക്കുക. അതിൻ്റെ എല്ലാ വശവും ചേർത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ വീണ്ടും ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മൊത്തം നമുക്ക് 8 ലെയർ കിട്ടിയിട്ടുണ്ട്. അതിനെ 8 ലെയറിനെയും ചേർത്ത് വെച്ച് അതിൻ്റെ ഒരു എൻഡിൽ നിന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ 8 ലെയേഴ്സും വിട്ടുപോകാത്ത രീതിയിൽ ടൈറ്റിൽ നമ്മളിത് മടക്കി കൊടുക്കണം. ഈ ലെയേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് തിക്കായിട്ടുള്ള ഫ്ലവർ കിട്ടും. ഈ ലെയറിൻ്റെ വീതി കൂടുമ്പോൾ നമുക്ക് കുറച്ച് വലിപ്പമുള്ള ഫ്ലവേഴ്സും കിട്ടുന്നതാണ്. ഇനി അതിൻ്റെ രണ്ട് എൻഡിലും ഇതേപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒരു വളരെ നേരിയ ഒരു കമ്പി ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെയുള്ള കമ്പി ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കമ്പിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം കമ്പി എടുത്ത് ഇതേപോലെ ഒന്ന് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തിയെടുക്കാം. ഈ ഫ്ലവറിനെ ഒന്ന് നിവർത്തി നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള ഫ്ലവറാക്കി മാറ്റാം. രണ്ട് എൻഡ് ഇതേപോലെ വിടർത്തി കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ 8 ലെയറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ 8 ലെയറിനെയും ഒന്ന് നിവർത്തി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഓരോ ലെയറും ശ്രദ്ധിച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. കീറി പോകാൻ പാടില്ല.
ഇനി ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ട് നമുക്കിതിൻ്റെ കമ്പിയിൽ നമ്മൾ ഇതിൻ്റെ തണ്ടായി യൂസ് ചെയ്യുന്ന കമ്പിയിൽ നല്ലവണ്ണം ഒന്ന് ചുറ്റി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു ലീഫ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ഗ്രീൻ കളറിലുള്ള ക്രീപ്പ് പേപ്പർ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിനെ ഈ ഒരു സൈസിലുള്ള പീസാക്കി മാറ്റുക. അതിനുശേഷം ഇതേപോലെ സെൻറ്ററിൽ കൂടെ മടക്കി ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ലീഫിനെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി. ഇതേപോലെ അല്പം ഫെവിക്കോൾ തേച്ച് ഇതിൻ്റെ തണ്ടിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ഫ്ലവർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. വ്യത്യസ്ത വലിപ്പമുള്ള ഫ്ലവറാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വലിപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുള്ള ഫ്ലവേഴ്സിനെ തയ്യാറാക്കുക. ഇവിടെ ഞാൻ 3 ഫ്ലവറിനെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്ലവറിൻ്റെ ബഡ് പൂമൊട്ടുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ പീസും ഒരു നൂല്, നേരത്തെ കമ്പി, പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ, ഇത്രയാണ് നമുക്ക് ഫ്ലവർ ബഡ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഇതേപോലെ നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞ പീസിൽ നിന്ന് ഇതേപോലെ ഒരു സ്ക്വയർ പീസ് മുറിച്ചെടുക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പർ എടുത്ത് ഒരു അല്പം ഭാഗം കീറിയെടുത്ത് ഇങ്ങനെ ചുരുട്ടി ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്യുക. അതിനുശേഷം ഒരു നൂലെടുത്ത് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ കമ്പി എടുത്ത് ഇതിൽ വീണ്ടും ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുക. ഇനി നേരത്തെ ഫ്ലവറിൽ ചെയ്തതുപോലെ ഗ്രീൻ കളറിലുള്ള സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ തണ്ടിൽ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ ഫ്ലവർ ബഡ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ 4 ഫ്ലവേഴ്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും വ്യത്യസ്ത വലിപ്പമുള്ളതാണ് ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. 3 ഫ്ലവർ ബഡ്സും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ എങ്ങനെ നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു പേപ്പർ ട്യൂബാണ് എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഞാൻ വേറെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. വോൾ ഹാങ്ങർ ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പർ ട്യൂബിൽ ഏറ്റവും മുകളിലായ ഒരു ബഡ്ഡി വെച്ച് ഗ്രീൻ ടാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആൾട്ടർനേറ്റ് പൊസിഷനിൽ നമുക്ക് ഫ്ലവർ ബഡ്സ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഫ്ലവർ ബഡ്സ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സിനെ ആയിട്ട് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരി ബാഗ് കൊണ്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇമേജിൽ കണ്ടതുപോലെയുള്ള ഒരു ഫ്ലവർ വേസിലാണ് ഞാനിത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്ലവർ വേസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
അത് കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലവർ വേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കാണുക, വീഡിയോ കാണുക. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.